ഇന്ന് നമ്മൾ പാകം ചെയ്യുന്നത് ചിക്കൻ പുലാവ്. കഴുകി കുതിർത്ത് വെച്ച ജീരകരി, മഞ്ഞളും കുരുമുളകും ചേർത്ത് വെച്ച ചിക്കൻ, ചെറുപയർ 1 സ്പൂണ്, നല്ല പഴുത്ത തക്കാളി 1 എണ്ണം, വെളുത്തുള്ളി ഒരു 9 അല്ലി, പച്ചമുളക് 1 എണ്ണം, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം, മല്ലിപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്. ഇതുകൂടാതെ പെരുംജീരകം, കറുകപ്പട്ട, തക്കോലം, ഏലക്ക, ഉലുവ, ഗ്രാമ്പൂ, കുരുമുളക്. നമ്മൾ കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. ഇന്നത്തെ പാചകം അതിലേക്ക് നനവില്ലാത്ത ഒരു കുക്കർ, തീ കൊളുത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് തീ കത്തിക്കാം. തീ കത്തിച്ച് ഒന്ന് ചൂടാകട്ടെ. എണ്ണയും നെയ്യും കൂടെ ഒന്ന് ചൂടാകട്ടെ. ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പെരുംജീരകം തൊട്ട് ബാക്കി കുരുമുളക് വരെയുള്ള അത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ചൂടാക്കി അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടി ഇടും. ആദ്യം മല്ലിപ്പൊടി തന്നെ ഇടണം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇനി നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ഇളക്കി അതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കണം, ഒന്ന് മൂപ്പിക്കണം. അതിലേക്ക് നമ്മൾ ഉള്ളിയാണ്, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം അരിഞ്ഞ് മുറിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇടാം. അങ്ങനെ ഇട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയർ, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ചേർത്തിറക്കി. കുതിർത്ത ഗ്രീൻ പീസ്, കടലയൊക്കെ ചേർക്കാവുന്നേ ഉള്ളൂ, ഇതിൽ ചേർക്കുന്നില്ല. ഇനി നന്നായി കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന ജീരകരി ഇട്ട് കൊടുക്കാം. അരി ഇളക്കി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് ചേർക്കേണ്ടത്. ജീര റൈസിനും പച്ചരിക്കും ഇത് പാകമാവും. മറ്റ് പുഴുങ്ങലരിയൊക്കെ ഏതെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളവും കൂടെ അധികം ചേർക്കേണ്ടി വരും. ഇനി ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. 2ാമത്തെ വിസിൽ വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്യുകയും വേണം. ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചിക്കൻ പുലാവ് സൂപ്പറായിട്ടുണ്ട്. പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ടാൽ നന്നായിരുന്നേനെ, അതൊന്നും കിട്ടാനില്ല. ഇത് നമുക്ക് ഏറ്റവും മടിയുള്ള ഒരു ദിവസം, ജോലിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു വിഭവമാണിത്. അങ്ങനെ നമ്മുടെ ചിക്കൻ പുലാവ് തയ്യാർ.